ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിമൂൺ ഡാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് സ്പെസിഫിക് ടോപ്പിക്കല്ല ഇന്ന് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ്, അഡ്വൈസ്, അതുപോലെ തന്നെ എന്തൊക്കെയാണോ കാണുന്നത് അത് മൊത്തം റീഡിങ്ങിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. പേഴ്സണെ കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ എനർജി ചെക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ആ ഒരു പേഴ്സൻ്റെയിലേക്ക് കടക്കാം. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് ചാരിയറ്റിലേക്കാണ് കിട്ടിയിട്ടുള്ളത്. ചാരിയറ്റ്, ദ 2 ഓഫ് കപ്സ് ആൻഡ് ദ 8 ഓഫ് കപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് മാനിഫെസ്റ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു കാര്യത്തിൽ നിന്നും ജസ്റ്റ് ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു തോട്ട് പലർക്കും വന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതായത് മൂവിങ് വിത്ത് ദ ഫ്ലോ, അതായത് സറണ്ടർ ചെയ്തവരുടെ ആ കാര്യമല്ല ഞാനിപ്പോൾ ഈ പറയുന്നത്. മെയിനായിട്ട് ഇപ്പം മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ 2 മൈൻഡിലാണ് ചെയ്യുന്നതെങ്കിൽ അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് മാത്രം നിങ്ങളൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ തീരുമാനമെടുക്കുക എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. നിങ്ങളിപ്പോൾ ഇനി മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഒരു ട്രാൻസ്ഫോർമേഷനിലാണ്. ഒരുപാട് നാളായി കോണ്ടാക്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പേഴ്സൺ കംപ്ലീറ്റ് കംബാക്കൊക്കെ മാരീഡ് കഴിയാത്തവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാരേജ് കഴിഞ്ഞവരുടെ കാര്യമല്ല. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ മാരേജും കഴിഞ്ഞില്ല, ആ ഒരു പേഴ്സൻ്റെ മാരേജും കഴിഞ്ഞില്ല, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ നടക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് മാരീഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ട് കുറച്ചൊരു പ്രശ്നങ്ങൾ കാരണം, ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണം പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ വീണ്ടും ആ ഒരു വ്യക്തി റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സിങ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ 2 മൈൻഡാണ്. ആര് വരും, വളരെയധികം ഈഗോ ക്ലാഷിലാണ് രണ്ടാളും പോകുന്നത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പോയിന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തതായിട്ട് കണക്കാക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു പേഴ്സൻ്റെ തെറ്റുകളൊക്കെ മറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒരു പുതിയ തുടക്കമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു പേഴ്സൻ്റെ ബിഹേവിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലേക്ക് എനിക്കാവില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സണായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് വരട്ടെ എന്നുള്ള രീതിയിൽ പോകുന്നതുകൊണ്ടായിരിക്കാം ഒരു പോസ് പോലെ നിങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ ഒരു ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷനാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പലരെയും സംബന്ധിച്ച് ഒരു റീയൂണിയനുള്ള പോസിബിലിറ്റി ഉണ്ട്. കംപ്ലീറ്റ്ലി അല്ല, ഒരു മാരേജ് കഴിഞ്ഞ ഒരു പേഴ്സൺ ആണെങ്കിൽ കുറച്ച് പേരുടെ അവർ റീയൂണിയൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷനും ഡിസയറൊക്കെ നമുക്ക് നോക്കാം. ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്, ഏസ് ഓഫ് സോഡ്, അതുപോലെ തന്നെ 2 ഓഫ് പെൻറ്റക്കിൾ. 2 കാര്യങ്ങൾ ഒരുപോലെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി പേഴ്സൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിപ്പം നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു പേഴ്സൺ അവരെ വിട്ട് നിങ്ങളുടെ അടുക്ക വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ ഉപേക്ഷിച്ച് വരിക എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ നിങ്ങളെയും വിടാൻ പറ്റില്ല, ആ ഒരു പേഴ്സണെയും മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ രണ്ടിൻ്റെയും നടുക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു കറക്റ്റായിട്ടുള്ള ടൈം ഇനിയും ആയിട്ടില്ല, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അത്ര വരെ ഞാനിപ്പോൾ എന്ത് ഫീലിങ്സ് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി പറയാൻ ശ്രമിച്ചാലും അത് വെറും ആ ഒരു ഉപയോഗമില്ല, അതൊരു വലിയ കാര്യമില്ലാതെ മാറിപ്പോകും എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ താവാനൊന്നും ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിലൊരു ബിഗിനിങ്, വീണ്ടും നമുക്ക് ഡെത്ത് കാർഡാണ് കിട്ടിയിട്ടത്. ഒരു പുതിയൊരു റീബർത്ത് ആഗ്രഹിക്കുന്നുണ്ട്, അതൊരു ട്രാൻസ്ഫോർമേഷനാണ്. പക്ഷേ എന്താണ്, ഒരുപാട് സിറ്റുവേഷനിൽ സ്റ്റക്കഡായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് വേണോ വേണ്ടയോ എന്നുള്ള 2 ഡബിൾ മൈൻഡ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് വളരെയധികം റെസ്പെക്റ്റും അതുപോലെ തന്നെ വളരെയധികം ഫീലിങ്സൊക്കെ ഉണ്ടാവുന്നുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ എന്താണ്,
ഒരു കുറ്റബോധം കൈൻഡ് ഓഫ് എനർജിയിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുക്ക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയുമെന്ന് ഓർത്തിട്ട് ടെൻഷനാണ്, അല്ലെങ്കിൽ അതിൽ ഈ ഒരു വ്യക്തി വളരെയധികം പേടിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം അത്രയേറെ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുക്ക വരാനൊരു ഒരു പോസ് പോലെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങളായിട്ട് വരികയാണെങ്കിൽ വലിയ സീൻ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള രണ്ടുപേരും നല്ല രീതിയിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. നിങ്ങളും നല്ല രീതിയിൽ ആ ഒരു പേഴ്സണോടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മാനിഫെസ്റ്റേഷനൊക്കെ സ്റ്റോപ്പാക്കി നിൽക്കുന്നവരാണെങ്കിൽ ആ ഒരു പേഴ്സണെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ തീരുമാനം എടുക്കുന്നതിൽ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ഒരു സ്റ്റക്നെസ് കാണിക്കുന്നുണ്ട്. അത് രണ്ടുപേരുടെ സോഡിയാക് സൈൻ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അലൈൻമെൻ്റ് ഒക്കെ ശരിയാവുന്ന ടൈം ആ ഒരു പേഴ്സണായിട്ട് നിങ്ങളെടുക്ക വരുന്നതായിട്ട് കുറച്ച് പേർക്ക്, എല്ലാവർക്കും ഓടിച്ചാടി ആ ഒരു പേഴ്സൺ വരും എന്നൊന്നുമല്ല, കുറച്ച് പേരുടെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്ക വരണം എന്നുള്ള രീതിയിൽ അത് തെറ്റുകളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ സ്റ്റക്ക്, അതായത് പൈസയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്റ്റിൽ ഇനി എനിക്ക് കുറച്ചും കൂടി വേണം, ഇപ്പോഴത്തെ സിറ്റുവേഷനൊന്നും പോരാ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയില്ലേ 10 കിട്ടുവാണെങ്കിൽ 100 വേണം എന്നൊക്കെ പറയുന്ന ഞാനപ്പാനയിൽ ആ ഒരു വരിയാണ് ഓർക്കുന്നത്. കാരണം എത്ര കിട്ടിയാലും മതിയാവില്ല എന്നുള്ളൊരു തോട്ടൊക്കെയാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളത്. അതായത് ഈ ഒരു വ്യക്തിയുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ, അങ്ങനെയൊന്നും അല്ല നീയാണ് തെറ്റിദ്ധരിച്ചത് എന്നുള്ള രീതിയിൽ വരെ വരുത്തി തീർക്കാൻ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നീ ചിന്തിക്കുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടിലാണ് തെറ്റ് പറ്റിയത്, അല്ലെങ്കിൽ അല്ലാതെ എൻ്റെ മൈൻഡിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നതായിട്ടാണ് ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞാൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങളെ നഷ്ടമാവൂ എന്നുള്ളൊരു തോന്നിച്ചൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ടാവുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും ഒരു ഹോപ്പാണ്, നിങ്ങൾ വരും, നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ വീണ്ടും ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. The Hierophant card. മേ ബി മെഡിറ്റേഷൻ, യോഗ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ആ ഹൈറോഫന്റ് കാർഡ് പോലെ വന്നത്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫാമിലി അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാകാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പം പലരെ സംബന്ധിച്ചൊരു കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തായിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് കമ്മിറ്റ്മെൻറ്റ് തന്നെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് ചെയ്തു പോയ തെറ്റുകളാണെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നേരെ മറിച്ച് നിങ്ങളുടെ ഭാഗത്താണ് എന്തെങ്കിലും തരത്തിലുള്ളൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു കാരണവശാലും അങ്ങോട്ട് കയറി മിണ്ടാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് പറ്റിയിട്ട് നിങ്ങളൊരു സോറിയൊക്കെ പറഞ്ഞ് കൺഫസ് ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അതൊരു പറയാൻ ശ്രമിച്ചാൽ ആ ഒരു വ്യക്തിക്ക് അത് മതിയായിട്ടില്ല, അല്ലെങ്കിൽ അത് മതിയാവില്ല. കാരണം അത്രയേറെ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് തെറ്റ് ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെഡിറ്റേഷൻ, യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നുള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പൈസയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോബൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ എത്ര കിട്ടിയാലും മതിയാവില്ല എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച്. അതായത് ഇനിയും വേണം, ഇനിയും വേണം, അതായത് ഒന്നിലും ഒരു കാര്യത്തിലൊരു നില ഉറപ്പിക്കാത്ത ഒരു രീതിയിലൊക്കെയാണ് കണക്കാക്കുന്നത്. പക്ഷെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ്, ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ താണു പോകുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ അത് ടവർ കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു സ്റ്റക്നെസ് കാണിക്കുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ഇടയ്ക്ക് തോന്നും നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് വേണമെന്ന്, ഇടയ്ക്ക് തോന്നും വേണ്ട, ഇപ്പോൾ എങ്ങനെയാണോ പോണേ അതേപോലെ തന്നെ നിൽക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള വീണ്ടും എവിടെയാണെങ്കിലും ഓക്കെയാണോ, അല്ലെങ്കിൽ ചിലവരെ സംബന്ധിച്ച് കുടുംബത്തിലെ ആരെങ്കിലുമായിട്ട് നിങ്ങൾ കോമൺ ആയിട്ട് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ആയിട്ടുണ്ടാവും, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹാപ്പിയാണോ, നിങ്ങൾ ഈ ഒരു വ്യക്തിയില്ലാതെ ഹാപ്പി ആവരുത് എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഒരു കുശുമ്പോ, ഒരു വാശിയോ, ഒരു അസൂയോ, ദേഷ്യം, ഇതൊക്കെ കൂടിയൊരു അവസ്ഥയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു സ്നേഹമുണ്ട്. കുറേ ആളെ സംബന്ധിച്ച് നിങ്ങൾ ചീറ്റ് ചെയ്ത് പോയതായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് വാക്കുകൾ കൊണ്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും ഒരു എഫേർട്ട് എടുത്ത് ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ചിലവരൊന്നും മൈൻഡ് ആക്കിയിട്ടേ ഇല്ല എന്നുള്ള
രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു പേഴ്സണോ അതിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഒരു ഉത്തരം എന്ന് കിട്ടുന്നു അപ്പോഴാണ് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ഇപ്പം മുന്നേ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കളിയാക്കി അതുപോലെ തന്നെ മോശം പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരു റെസ്പെക്റ്റൊക്കെ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം നോ കോണ്ടാക്ട് നിങ്ങളെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ എത്ര മിണ്ടാതിരുന്നാലും നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് എഫേർട്ട് എടുത്തിട്ട് മിണ്ടിയിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നിൽക്കാനാവുന്നത് അല്ലെങ്കിൽ മിണ്ടാതെ നിൽക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ള രീതിയിൽ ഓർത്തുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പറ്റില്ല അല്ലെങ്കിൽ അതുകൊണ്ടാണ് കുറേ ആളെ സംബന്ധിച്ച് വീണ്ടും നിങ്ങളുടെ അല്ലെങ്കിൽ ഹാപ്പിനെസ് തകർക്കാൻ വീണ്ടും ഇങ്ങോട്ട് വരുന്നതായിട്ട് കണക്കാക്കുന്നത്. അതായത് അങ്ങനെ അവർ സന്തോഷത്തോടെ നിൽക്കേണ്ട, അങ്ങനെ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓഫായിട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ നിൽക്കേണ്ട എന്നുള്ള രീതിയിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റീസൊക്കെ ആയിട്ട് വരുന്നതായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വ്യക്തി ഫ്യൂച്ചറിൽ എന്ത് ഡിസിഷനാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നതെന്നും കൂടി നമുക്ക് നോക്കുകയും എടുക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, ആഗ്രഹിക്കുന്നതാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 7 of Cups, Strength card, Knight of Cups, the Fool, 3 of Cups. ഓക്കെ, ഒരുപാട് പേരെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൻ്റെ കംബാക്കാണ്. ഞാൻ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട് ഒരു കംബാക്കിന് ഭയങ്കര അധികം ചാൻസ് ഉണ്ട്, പോസിബിലിറ്റീസ് ഉണ്ടെന്ന്. കുറച്ച് പേരെ സംബന്ധിച്ച് ഒരുപാട് ഓപ്ഷനുകൾക്കിടയിലും നിങ്ങളെ തന്നെ ചൂസ് ചെയ്യും. കാരണം നിങ്ങളുടെ വില മനസ്സിലാക്കി വരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം ആഗ്രഹിക്കും. കാരണം വിചാരിച്ച പോലുള്ള ലൈഫല്ല ഓപ്പോസിറ്റ് എന്ന് അറിയുന്ന സമയത്ത് ആ ഒരു വ്യക്തി തിരിച്ചു വരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. വീണ്ടും ഒരു ഹാപ്പി ഫാമിലി. പക്ഷേ അതിലേക്ക് എത്താൻ ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ആളോട് അല്ലെങ്കിൽ പൊരുതി നിൽക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലൊക്കെയാണ് കണക്കാക്കുന്നത്. ബട്ട് കുറച്ച് പേരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാവരുടെയല്ല, ഇതിലെനിക്കൊരു 60% ആൾക്കാരുടെ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഒരു കംബാക്ക്, അതായത് നോ കോണ്ടാക്ട് പോയി കുറേ ആയി, അല്ലെങ്കിൽ വീണ്ടും ആ ഒരു വ്യക്തിയുടെ ഒരു കംബാക്ക് കാണിച്ച് അല്ലെങ്കിൽ വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ള രീതിയിലാണ്. വീണ്ടും ഞാൻ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുക. എത്ര ഓപ്ഷൻ തേടി പോയാലും നിങ്ങളെക്കാൾ മികച്ച ഒരു വ്യക്തിയും ഈ ഒരു വ്യക്തി കണ്ടുമുട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കുന്നുണ്ട്. ബട്ട് എല്ലാവരും ഈ ഒരു പേഴ്സണെ തന്നെ വെയിറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. അതൊരു കാർമിക്കായിട്ട് എൻഡപ്പായി പോയതാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു തരത്തിൽ ന്യൂ ബിഗിനിങ്, നിങ്ങൾ ആ ഒരു റോങ് പേഴ്സണിൽ നിങ്ങൾ വിശ്വസിച്ചതിനേക്കാളും എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അല്ലെങ്കിൽ നല്ല ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സൽ കൊണ്ടുവന്ന് എത്തിച്ച് തരും എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ബാക്കിയുള്ളവർക്ക് കുറച്ച് പേർക്ക് ഈ ഒരു പേഴ്സണെ പ്രതീക്ഷിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ബട്ട് അതെനിക്ക് എടുത്തെടുത്ത് കാണിക്കുന്നതുകൊണ്ടാണ്, വീണ്ടും വീണ്ടും അങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ ഈ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തി വിചാരിക്കുകയാണ് വിത്ത് പ്രൂഫ് നിങ്ങളുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ തെളിയിക്കാനുണ്ട്. അതായത് നിങ്ങളല്ലാതെ ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അതിന് അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾ റോങ് ആയിട്ടുള്ള രീതിയിൽ എടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ആ ഒരു വ്യക്തി ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടാരറ്റ് ഗൈഡൻസ്. നിങ്ങൾ അത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ലോസ്റ്റ് ആൻഡ് ഫീലിലാണോ? നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ് കിട്ടിയത്, ഏസ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയത്. ഒരുപാട് സോഡ്സ് എനർജിയാണ് എനിക്ക് 2 ഓഫ് പെൻഡക്കിൾസ്, ദെൻ ദ 10 ഓഫ് വൺസ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു വ്യക്തി തന്നെ വേണം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും വേണ്ട, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, ഞാൻ ഈ ഒരു വ്യക്തിയിലല്ല ഞാനിപ്പോഴും, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ മാറാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വ്യക്തിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ ഞാനാണ് കൂടുതൽ ഹേർട്ടാവുക, അല്ലെങ്കിൽ എൻ്റെ ഹെൽത്താണ് മോശമാവുക എന്നുള്ള രീതി, ഞാൻ മാത്രമേ ഹേർട്ടാവുള്ളൂ, അവർ ഓപ്പോസിറ്റ് നല്ല രീതിയിൽ ഹാപ്പിയോടെ ജീവിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മൂവ് ഓൺ. അത്രേ പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ
നിങ്ങളുടെ സ്റ്റോറീസും ഏറ്റവും കൂടുതൽ നിങ്ങൾക്കാണ് റെസണേറ്റ് ആവുന്നത്. അത് ഒരുപാട് സോഴ്സ് എനർജി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വീണ്ടും ഏസ് ഓഫ് സോഴ്സ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു പേഴ്സണെ തന്നെ മതി എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടുന്നില്ല. പ്ലീസ് മൂവ് ഓൺ. നിങ്ങൾക്കത് ആദ്യം കുറച്ച് വിഷമമായിട്ട് തോന്നും. അതായത് മാരീഡൊന്നും കഴിയാത്തൊരു വ്യക്തികളോടാണ് ഞാൻ കുറച്ചും കൂടി പറയുന്നത്. യു ഡിസേർവ് എ ബെറ്റർ. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും വീണ്ടും ഹേർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, വീണ്ടും ആ ഒരു കാര്യത്തിൽ തന്നെ സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? നേരെ മറിച്ച് ഇതൊരു മാരീഡ് കഴിഞ്ഞൊരു പേഴ്സൺ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ അത് അനലൈസ് ചെയ്യുക. ഇത് ജെന്യൂൻ ആയിട്ടാണോ അല്ലെങ്കിൽ വീണ്ടും ഓൺ ആൻഡ് ഓഫിലേക്ക് തന്നെ പോകും. ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി വരുന്നതാണോ എന്നുള്ളത് കൂടി ഉറപ്പാക്കി മാത്രം വീണ്ടും നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്യിക്കാൻ നോക്കുക. അല്ലെങ്കിൽ സിറ്റുവേഷനിൽ ഹേർട്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരുപാട് ഹേർട്ടിങ് കാർഡാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എന്നോട് ദേഷ്യമൊക്കെ തോന്നുമായിരിക്കും. കാരണം ഞാനിങ്ങനെ ഒരുപാട് ഷുഗർ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. നേരാണ് നിങ്ങൾ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും. The 10 of Swords, the 4 of Swords, the 9 of Swords and the Ace of Swords. അപ്പോൾ തന്നെ എന്താണ്, പാസ്റ്റിൽ നിന്നും മുന്നോട്ട് പോകാൻ ഇവിടെ 9 of Wands പോലും 10 of Wands കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, പാസ്റ്റിലത്തെ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താക്കണം, പാസ്റ്റിലത്തെ വിചാരിച്ച് അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് വീണ്ടും പണ്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ വെച്ച് ഒരു പക മോഡലൊന്നും ഒരിക്കലും ആരും ചിന്തിക്കരുത്. ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇതൊരു ന്യൂ ബിഗിനിങ് ആണ്, ഫ്രഷ് സ്റ്റാർട്ടാണ് എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ തുടങ്ങുന്നവർക്ക് ഒരു കൈയും കൂടി നോക്കാം. അല്ലാത്തവർക്ക് ഞാനങ്ങനെ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കുള്ള ഒറാക്കിൾ ഗൈഡൻസ്. Breakthrough, navigating by stars, clouds and fellow travelers. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട്. ആദ്യം തന്നെ പറയും, നിങ്ങൾക്കിപ്പം സ്റ്റാഴ്സിനെയൊക്കെ നക്ഷത്രങ്ങളൊക്കെ നോക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടെ നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വഴി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ കൺട്രോളിലല്ല എന്നാണെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാം സറണ്ടർ ടു ഡിവൈൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാതെ പോവുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അതിൽ എഫേർട്ട് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ വില കളയരുത് എന്നുള്ള രീതിയിൽ തന്നെ അറിയാം അത് കുറച്ച് ഹാർഡാണെന്ന്. ചിലപ്പോൾ ചില ഹാർഡായിട്ടുള്ള ട്രൂത്ത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ പറയാമെന്നുണ്ട്, ഫോളോ യുവർ ബ്ലീസ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുക എന്നുള്ള രീതിയിൽ. അതായത് ചില ബ്രേക്കിംഗ് ട്രെയിൽസ് എന്ന് പറഞ്ഞതിൽ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്നും ഒരു പോസ് പോലെ നിൽക്കുന്നത് അതിനൊരു വേണ്ട ഡിസിഷൻ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചുറ്റും യൂണിവേഴ്സൽ സപ്പോർട്ടുണ്ട്. അത് നല്ല ചിലവരൊക്കെ ഇതൊക്കെ കോമൺ ആണ് എന്നുള്ള രീതിയിൽ വിചാരിച്ച് അവോയ്ഡ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ്, ഒരു അഡ്വൈസ് ആയിട്ടാണ് പറയുന്നത്. ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾക്കത് എടുക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്, ലോസ്റ്റഡ് ആണ് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഗൈഡൻസ് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ മിറാക്കിൾസ് എക്സ്പെക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഓരോരോ കാര്യങ്ങളും അതേ രീതിയിലൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അതിപ്പം ഓരോ ആൾക്കും ഓരോരോ രീതിയിലായിരിക്കും അല്ലേ, ഇത് മിറാക്കിൾസ് നിങ്ങളുടെ ഓൺ ദ വേ ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.